രാവിലെ അത് തന്നെ ഇഞ്ചിക്കറി മതിയാ പരിപ്പ് മതിയാ പരിപ്പ് ചൂടാക്കി വെച്ചാൽ പയർ ബാക്കി വെച്ചിരിക്കുന്ന നാളെ അനത്തി കുക്കറില അല്ലെങ്കിൽ നാളെ വേറെ എന്തെങ്കിലും രാവിലെ കറി വയ്ക്കാം. എനിക്ക് വേണ്ട. മുത്തൂനെ വിളിച്ചു നോക്കട്ടെ കഴിക്കുന്നുണ്ടോ? നീ ഇപ്പൊ ഗുളി കഴിച്ചോണ്ടേ ഞാനെ കാണിക്കേ നാണ്ടേ കാണിച്ചേ. അൽഹംദുലില്ലാ നമുക്ക് മക്കൾക്ക് സുഖമാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ നല്ല മഴയായിട്ടാ. ഇന്നൊക്കെ രാവിലെ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു, പണിയൊന്നും ആയില്ല. അപ്പോഴേ ഇന്ന് ഇക്ക വണ്ടി നമ്മളെ കുറേ നാളായില്ലേ ടയർ പഞ്ചറായി വർക്ക്ഷോപ്പിൽ ടയർ കൊടുത്തിട്ട് നമ്മളെ വണ്ടി ഇന്ന് നന്നാക്കി ഇറക്കാമെന്ന് വിചാരിച്ച്. കാരണം ലീവ് കിട്ടുന്ന ദിവസം മാത്രമേ, പണിയില്ലാത്ത ദിവസം മാത്രമേ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റൂ. മഴ ഒക്കെ വന്നാൽ മണ്ണിടി നടക്കില്ല. വെള്ളത്തിൻ്റെ ഒപ്പം ആർക്കും വെള്ളം വേണ്ട, കാരണം ഒരുവിധമൊക്കെ വെള്ളമായി തുടങ്ങി. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഇക്ക ഏകദേശം കൊടുക്കുന്ന പെരുമാതുറ 5 തെങ്ങ് അവിടേക്കാണ് വെള്ളം കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ മണ്ണിടി ഇന്നിപ്പോൾ മഴയത്ത് നടക്കില്ലല്ലോ. അപ്പോൾ രാവിലെ പോയിട്ട് ഇത്രയും നേരമായിട്ട് പണി ആയില്ല. അങ്ങനെയൊക്കെ തിരിച്ച് കല്ലമ്പലത്തിൽ വന്നിട്ട് വർക്ക്ഷോപ്പിൽ നിന്ന് ആളിനെ കൊണ്ടുവന്ന് ടയർ അവിടെ ഇട്ടേക്കണം. ഇനി വണ്ടി നന്നാക്കി തിരിച്ചുകൊണ്ട് ഏകദേശം ഒരു 12:30-1 മണിയാവും. അപ്പം ഇനിയിപ്പോൾ തൈറോയ്ഡ് ടെസ്റ്റും യൂറിനും ബ്ലഡും സ്കാനിങ്ങും ഇന്ന് ചെയ്യാം. ഷുഗർ ടെസ്റ്റ് ഇവിടെ അടുത്ത രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഗ്ലൂക്കോസൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇന്ന് രാവിലെ എണീച്ചപ്പോഴേ തണുപ്പും കാര്യവും മസിൽ ഭയങ്കര പെയിൻ. പിന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് നാളെ പോയി ചെയ്യാം. എന്തായാലും തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ പോകണം. അന്ന് ഞാനും മോളും കൂടെ പോകാമെന്ന് വിചാരിച്ചു. പണി ഉള്ള ദിവസം മാത്രമേ കിട്ടുള്ളൂ. കൂലിപ്പണിക്കാർക്ക് അങ്ങനെയാണ്. ഇങ്ങനത്തെയൊക്കെ പണിയാണ്. മഴ പെയ്ത് അവർക്ക് പണി കിട്ടാൻ പാടാണ്. അപ്പോൾ നമുക്കിപ്പം മക്കളെ സ്കൂൾ ഉറപ്പ് എല്ലാവർക്കും ഉള്ള ബുദ്ധിമുട്ട് പോലെ നമുക്കുണ്ട്. ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ എല്ലാ മനുഷ്യർക്കും സ്കൂൾ ഉറപ്പൊക്കെ ആകുമ്പോൾ കൂലിപ്പണിക്കാർക്ക് എമൗണ്ട് വേണം. അതുപോലെ നമുക്കുണ്ട്. മോള് വേഗം ഒന്നും മേടിക്കണ്ട, പാത്രം മേടിക്കണം, പിള്ളേർക്ക് കുപ്പി, അതൊക്കെ അൽഹംദുലില്ലാ എല്ലാം കൂടെ ഒത്തുപോയി മേടിക്കാം. മോളെ സ്കൂളിലും ചേർക്കണം. അപ്പോൾ എന്തായാലും ബൈക്കിൽ മുമ്പത്തെ പോലെ ചേർത്തിരുത്തിക്കൊണ്ട് പോക്ക് നടക്കൂല. അത് മാത്രമല്ല ഒരാളെ കൊണ്ടുപോയാലും ഇപ്പോൾ മോൾ അപ്പുറത്ത് ഉമ്മാൻ്റെ അടുത്ത് നിർത്തിയാലും മറ്റു 2 പേരെ കൊണ്ടുപോകുമ്പോഴും പറ്റുന്നില്ല. വയറ് ഉള്ളതുകൊണ്ട് എനിക്ക് ബൈക്കിൽ ഇരിക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇക്കാണെങ്കിൽ പിന്നെ മക്കളെ ഈ പാത്രം മേടിപ്പ് അങ്ങനെ ഒന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ചെന്നാലേ അതൊക്കെ മേടിക്കാനും, അവരൊന്നും കുടുംബകാര്യമൊന്നും കൈകാര്യം ചെയ്തവരല്ലല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിക്കണ്ട് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങി പെണ്ണുങ്ങളാകുമ്പോൾ അതനുസരിച്ച് നിൽക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾ FBയിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെജിലാനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. നെജിലാനെ കുറിച്ച് വീഡിയോ ചെയ്തതിന് കുറേ പേര് 1-2 പേരൊക്കെ നെഗറ്റീവ് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നെഗറ്റീവ് കമൻസ് മീൻസ് എന്താണ്, നിങ്ങൾക്ക് വേറെ ഇതൊന്നുമില്ല ഇവരെ പൊക്കി പിടിച്ച് കൊണ്ടുവരുന്നത്. ഇപ്പോൾ റിയാക്ഷൻ ചെയ്യുകയെന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ വീഡിയോസുകൾ എടുത്തിട്ട് റിയാക്ഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലാതെ നമ്മുടെ സ്വന്തം കണ്ടന്റ് അല്ലല്ലോ ഇത് റിയാക്ട് ചെയ്യേണ്ടത്. അപ്പം ഇവർ പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നത് കൊണ്ടാണ് ഞങ്ങൾ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്, അല്ലാതെ ഞങ്ങൾ സ്വന്തമായിട്ടുള്ള ഇവരുടെ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി പറയുന്നതൊന്നുമല്ല. അപ്പോൾ എന്താണ് ഇവള് പറയുന്ന കാര്യങ്ങൾ എടുത്ത് ഞങ്ങൾ റിയാക്ട് ചെയ്യുന്നതന്നെ ഉള്ളൂ, അല്ലാതെ ഞങ്ങളായിട്ട് ഇവളുടെ കാര്യങ്ങൾ എടുത്ത് പറയുകയും ഇവളുടെ ചകഞ്ഞ് നോക്കി ഇവളുടെ ഇതിൽ കിടന്നിട്ട് ഇതാകുമൊന്നും ചെയ്യുമൊന്നുമല്ല. ഇവളിടുന്ന തോന്നിയവാസങ്ങളാണ് എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറേ പേര് എന്താണ് നല്ല കമൻസും ഇട്ടിട്ടുണ്ടായിരുന്നു. കൂടുതലും നല്ല കമൻസാണ് ഇട്ടിരുന്നത്. എന്താ വെച്ചാൽ ഇവളെ അറിയുന്ന ഒരാൾ, ഇവളുടെ അടുത്തുള്ള ഒരാളെന്തോ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇവൾ ഭയങ്കര എന്താണ് മോശമാണ്, അതുപോലെ തന്നെ ഷാൻ എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര മോശമാണ്. എന്താണ് ഇവളെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ആളെ തന്നെ വെച്ചിട്ട് എന്തൊക്കെയോ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആളിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ ഒരു ഇത് തന്നെ മനസ്സിലാക്കാമല്ലോ ഇവർ എത്രമാത്രം ക്വാണ്ടിറ്റി ഉള്ള ആൾക്കാരാണെന്നുള്ളത്. അപ്പോൾ ഇവളുടെ ഭർത്താവ് ഷാൻ എന്ന് പറയുന്ന വ്യക്തിയും ഒരേ ത്രാസിലിട്ട ഒരേപോലെ തൂങ്ങുന്ന 2 ധ്രുവങ്ങളാണ്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ പഠിച്ചതേ പാടുള്ളൂ. അപ്പോൾ ഇവളുടെ കയ്യിലും എന്തൊക്കെയൊക്കെ തെറ്റുകളുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവൾ ഇത്രത്തോളം അവനെ ന്യായീകരിക്കുന്നതിനോ ഒരു കുടിയനായ ഭർത്താവിനെ നന്നാക്കി കൊണ്ടുവരുന്നതിനോ അതൊന്നും തെറ്റല്ല. നമ്മുടെ ഭർത്താവായിട്ട് ഇരിക്കുന്ന ഒരാൾ അത് എങ്ങനത്തെ അവനാണെങ്കിലും നമ്മളത് പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് ഇടാതിരിക്കുക. പബ്ലിക്കിന് മുമ്പിൽ വന്ന് ഇടുന്ന സമയത്ത് അപ്പം റിയാക്ട് ചെയ്യുന്നവരുടെ ഇതൊക്കെ കേൾക്കേണ്ടി വരും. അതിന് ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേര് വന്നിട്ട് കുറച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. റിയാക്ഷൻ ചെയ്യുന്നവരെന്ന് പറയുന്നത് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെടുത്ത് പബ്ലിക്കിന് മുമ്പിൽ, ഇപ്പോൾ ഫാമിലി വ്ളോഗേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും എന്തെങ്കിലും ഇതായിട്ട് കാണുന്ന സമയത്ത് റിയാക്ട് ചെയ്യുന്നവരാണിത്. അപ്പോൾ എന്താണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് ചേനയാണെന്നൊക്കെ പറയുന്നുണ്ട്. കുറ്റമല്ലല്ലോ പറയുന്നത്, നമ്മൾ അവരുടെ വീഡിയോസിലെ കാര്യങ്ങൾ എടുത്തിട്ട് ആ കാര്യങ്ങളല്ലേ നമ്മൾ പറയുന്നത്, അതെങ്ങനെ കുറ്റമായിട്ട് മാറും. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് ഒരു 2-3 കമൻറ്റുകളാണ് കേട്ടോ അങ്ങനെ വന്നത്. കൂടുതലും ഇവള് വീണ്ടും തുടങ്ങി, ഇവള് പഴയപടി ആയോ, നമ്മൾ എന്താണ് ഇവളെ സപ്പോർട്ട് ചെയ്ത് നമ്മളാണ് വിഡ്ഢികൾ, പിന്നെയും ഇവളുടെ കരച്ചിൽ കേട്ടപ്പോൾ ഇവള് പാവണമെന്ന് തോന്നി, പിന്നെയും അവനെ സ്വീകരിച്ച് ഇതാക്കിയോ എന്നൊക്കെ പറഞ്ഞിട്ട്
ഉണ്ടല്ലോ കുറേ പൈസ പിരിക്കും. പൈസ പിരിച്ചു കഴിഞ്ഞിട്ട് ഇവൾക്ക് കുറേ പൈസ ആയി കഴിഞ്ഞാൽ ഇവൾ അവനെ വിളിക്കും. അപ്പോൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മൾ ഇതിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്താണ് റീച്ച് കൂടുള്ളൂ. അപ്പോൾ ഇവൾക്ക് അറിയാം ഇപ്പോൾ കുറച്ച് റീച്ച് കുറയുന്ന സമയത്ത് ഷാനെ കുറ്റം പറഞ്ഞിട്ട് വരും. അത് കഴിഞ്ഞ് കുറച്ച് റീച്ചൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഷാനെ തിരിച്ച് വന്നു കേട്ടോ എന്ന് പറഞ്ഞൊരു ക്യാപ്ഷനും ഇട്ട് അവർ സന്തോഷ നിമിഷങ്ങൾ ഇടും. അത് സന്തോഷ നിമിഷങ്ങൾ മാത്രമല്ല, എന്തെല്ലാമാണ് വിളിച്ച് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മളടുത്ത് റിയാക്ട് ചെയ്തത്. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കണ്ടു നോക്കൂ. വഴി ഇനി ഇൻഷാ അല്ലാഹ് ഇത്തിരി സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പം ഇനി വൈകിട്ട് മക്കളെ കൊണ്ടുവന്നിട്ട് ഇത് പുറത്ത് പോകണം. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞ ഇത്തിരി ഒരു പൊതി ചോറും കൂടെ മേടിച്ചുകൊണ്ട് വരും. അപ്പോൾ ചോറ് വെച്ചില്ല. അപ്പോൾ രാവിലെ പോകാൻ പ്ലാനിട്ട് നിന്നതാണ് ഞാൻ മസ്റുമോളും കൂടെ. അപ്പോഴാണ് ഇപ്പോൾ അവർക്ക് പണിയില്ലാന്ന് അറിഞ്ഞത്. അപ്പോൾ യവമാരിക്ക് ഒരാൾക്കും രണ്ടുപേരും ഇവിടെ ഇരുത്തിയിട്ട് മസ്റുമോളെ ഇവിടെ ഇരുത്തിയിട്ട് പോകും. അവർക്ക് ചോറും കൊടുത്തിട്ടേ ചോറ് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു. അന്നത്തെ കാര്യം മസ്റുമോള് മാത്രമേ അപ്പുറത്ത് നിർത്തുള്ളൂ. മുത്തുമോനെ നിർത്തും, മിച്ചുമോനെ ഒട്ടും കയറ്റൂല ഉമ്മായെ. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ പിണക്കവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മിച്ചുമോൻ അവരോട് അടുക്കത്തുമില്ല. അതുകൊണ്ട് എനിക്കൊരു സങ്കടമുണ്ട്. രണ്ട് മക്കളെ കയറ്റിയിട്ട് ഒരാളെ കയറ്റൂല എന്ന് പറയുമ്പോൾ നമുക്കൊരു ദുഃഖമില്ലേ. നമ്മളെ ഉമ്മ ചെയ്യണമല്ലേ, കുഴപ്പമില്ല. അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് ഞാൻ ഇക്കാരോട് പറഞ്ഞ് നമുക്ക് പൂട്ടി ഇരുത്തിയിട്ട് പോവാമെന്നുള്ള പ്ലാനിൽ നിൽക്കുകയാണ്. അല്ലെങ്കിൽ മസ്റുമോളെ ഇവിടെ പിടിച്ചിരുത്തിയിട്ട് ചോറും കൊടുത്തിട്ട് മക്കളെ നോക്കാനായിട്ട് ആക്കിയിട്ട് പോവാം. എന്തായാലും എനിക്ക് 3 മക്കളും തുല്യതയാണ്. മറ്റുള്ളവർക്ക് അത് ഇത് എന്നൊരു വേർതിരിവ് നിങ്ങളെപ്പോലെ തന്നെയാണ്. വീട്ടിലും യൂട്യൂബിലുള്ളവരെ പോലെയാണ് അവരതിലുള്ളത് ഇവരിതിലുള്ള ആ കണ്ണിലാണ് മക്കളെ കാണുന്നത്. മൂത്തത് റഹീമിൻ്റെ അത് രാജകുമാരി, സനോഫറിൻ്റെത് അങ്ങനെ എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ അല്ലേട്ടാ. ഞാൻ പബ്ലിക്കിൽ വന്നപ്പോഴും എൻ്റെ വീട്ടുകാരൻ തന്നെയാണ് പറഞ്ഞത് എൻ്റെ മക്കൾക്ക് 3 ഉപ്പയുണ്ട് എന്ന് അവരറിഞ്ഞത്. അല്ലാതെ അവർ ഇതുവരെ അറിഞ്ഞിട്ടില്ലായിരുന്നു. അത് മുത്തുമോനും മിച്ചുമോനും ബലത്തിലെടുക്കൂല. എനിക്ക് ഇത്രയും സങ്കടമുള്ളത്. കാരണം ഞാനും എത്രയായാലും ഉമ്മ ഒന്നാണ്. ഞാൻ എൻ്റെ 3 മക്കളെ ഒരു ഉമ്മ വാപ്പയായിട്ട് വാടക വീട്ടിൽ കിടന്നപ്പോഴും സ്കൂളിൽ ലോങ് ആക്കിയപ്പോഴും മക്കൾ അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയത്. പക്ഷേ അവർ അറിഞ്ഞ് വളരുന്നത് നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാം അറിയണം മക്കൾ. നാളെ ഒരു സമയത്ത് ഞാൻ എപ്പോഴും മസ്റുമോളോട് ചോദിക്കും ഉമ്മാൻ്റെ കൂടെ ദേഷ്യമുണ്ടാ പിണക്കമുണ്ടാണ്. പക്ഷേ അപ്പോഴവൾ ഇല്ലാന്നാണ് പറയുന്നത്. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ രണ്ടാമത്തെ ലൈഫ് എന്ന് വെള്ളിയാഴ്ച ആയിട്ട് പറയുന്നത്, രണ്ടാമത്തെ ലൈഫിൽ എനിക്ക് ഒരുപാട് കല്യാണാലോചന, ഫസ്റ്റത്തെയും കുട്ടികളില്ലാത്തതും കല്യാണം കഴിഞ്ഞ് ബന്ധം ഒഴിഞ്ഞത്. അപ്പോൾ ഈ മസ്റുമോള നോക്കുന്ന ഒരാൾ വരട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മോളെ ഞാൻ ഒരിക്കലും കളയില്ല. എൻ്റെ മോളെന്നല്ല, എൻ്റെ 3 മക്കളും. ഞാൻ പോലീസ് സ്റ്റേഷനിലും പോലീസിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എൻ്റെ 3 മക്കളും ഇത്രയും കാലം ആരും ഇല്ലായിരുന്നു, ഇനി നോക്കണ്ട ആരും. പിന്നെ എൻ്റെ ഉമ്മയും ഉപ്പേ മസ്റുമോളെ നിന്നോട്ടെ, എനിക്കൊരു സമാധാനം. കാരണം അവർക്കും ആരുമില്ല. അതുകൊണ്ടൊരു സങ്കടം മാത്രമല്ല. എൻ്റെ മിച്ചുമോനെ വീട്ടിൽ കയറ്റൂല കേട്ടാ. സങ്കടപ്പെട്ടിട്ട് മിച്ചു എന്ന് പറയും മച്ചി എന്നെ മാത്രം അവിടെ കയറ്റൂല എന്നേ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടാ. മക്കളായാലും സത്യം പറഞ്ഞാൽ അവനൊരു എത്തിയും കുട്ടിയാണ്. അത് എനിക്ക് ഭയങ്കര. ഇപ്പോൾ ഇക്കായും പറഞ്ഞെങ്ങനെയാണ്, ഞാൻ പറഞ്ഞിക്കാ ചോറ് പിടിച്ചോണ്ട് പറഞ്ഞേക്കാ മുത്തുമോനെയും മിച്ചുമോനെയും ഇവിടെ ഇരുത്തി മൊബൈലിൽ കൊടുത്തിട്ട് പോകാം, ഇക്കാൻ്റെ ഫോണേ കൊടുത്തിട്ട് പോവാം. അല്ലെങ്കിൽ സ്കാനിങ്ങിന് പോകുമ്പോൾ നമ്മൾ അതിനകത്ത് കയറുമ്പോൾ ഇവന്മാരിക്കില്ല. ഇപ്പോൾ ഒരാളെ കൊണ്ടുപോയിട്ട് ഒരാളെ കൊണ്ടുപോകാതിരുന്നാൽ മുത്തും മിച്ചും പിണങ്ങി നിൽക്കത്തു, അതായത് പിരിഞ്ഞ് നിൽക്കത്തുമില്ല. ഇണക്കമായിട്ട് നിൽക്കുകയാണ്. അതാണ് പ്രശ്നം. അവന്മാർ തങ്ങളിൽ കാണാതെ ഇരിക്കത്തില്ല. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട്. ഇനിയിപ്പം 4 വിളിച്ചാലും 5 വിളിച്ചാലും ആരെന്നെ എന്ത് ചെയ്താലും എനിക്ക് എൻ്റെ പടച്ചവനുണ്ട്. ഞാൻ എല്ലാവർക്കും കൊടുക്കാനുള്ളതും കൊടുത്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുമുണ്ട്. എനിക്ക് എന്നെ സങ്കടം മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരുമിച്ച് എനിക്ക് ജീവിക്കണം. മിച്ചുമോനെ എന്തായാലും പ്രസവത്തിന് മുത്തുമോനെയും മിച്ചുമോനെയും കൂടെ കൊണ്ടുപോകും. അതിന് എത്ര ബുദ്ധിമുട്ട് വന്നാലും ഞാൻ ഇക്കാരോട് പറഞ്ഞിട്ടുണ്ട്. എത്ര ബുദ്ധിമുട്ട് വന്നാലും എൻ്റെ കൂടെ റൂമിൽ നിന്നോളൂ. അവർ ടോയ്ലറ്റിൽ പോയി ക്ലീൻ ചെയ്യാറും കുളിക്കാറും ഒക്കെ ആയി. 5-6 കൂടി തുണി കൂടെ എടുത്ത് വെച്ചേക്കണമെന്നേ ഉള്ളൂ. ഞാൻ തിന്നോ, എൻ്റെ മക്കളും തിന്നും, ആരും നോക്കണ്ട. മസ്റുമോളെ അമ്മ ഇപ്പം നോക്കിക്കോട്ടെ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് വരെ. ഒരുപാട് സങ്കടം പ്രയാസം ഉണ്ട് മക്കളെ. പിന്നെ ഫാമിലിക്കാർ യൂട്യൂബ് ചാനലിൽ വന്ന് ഞാൻ അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയല്ല. ഇവിടെ നിന്നൊക്കെയുള്ള ആൾക്കാരും ഇവിടെ നിന്നൊക്കെയുള്ള ഇത് തന്നെയാണ് ടോർച്ചറിങ് എനിക്ക് ഒരുപാട് വന്നത്. ഒരിക്കലും നമ്മൾ യൂട്യൂബ് ചാനലിൽ നമ്മുടെ കാര്യങ്ങൾ എടുത്ത് ഇടുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മളെ ഉമ്മ തന്നെ അങ്ങനെ പറയുമ്പം, അല്ലെങ്കിൽ വേറൊരാൾ ഇങ്ങനെ പറയുമ്പം അത് എത്രത്തോളം ഗൗരവം ഉണ്ട് എന്ന് ഓർക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾക്ക് നടവഴി ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. വഴി മേടിച്ചിട്ടാണ് നമ്മൾ 40,000 രൂപ ഞാൻ വഴി കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് 2013-14 കണ്ടെയാണ് വഴി വാങ്ങണം. മരിച്ചു പോയി കൊച്ചിന് ശേഷം 14-15 ആ ടൈമിലാണ് വഴി വാങ്ങണം. അപ്പോഴേ എനിക്കും കൂടെ പ്രമാണത്തിൽ ഇതുണ്ട്. അപ്പം എനിക്ക് അന്ന് സർവേ കല്ലിട്ട് വഴി തിരിച്ചിട്ടാണ് 15 സെൻറ്റ് വസ്തു ഇങ്ങനെ ഇട്ടേക്കുന്നത്, വഴി ഉൾപ്പെടെ. വഴി അവിടെ നിന്ന് വഴി തുടങ്ങും. അപ്പോഴേ ഉണ്ട്. അപ്പം എനിക്ക് വണ്ടി എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തിടാൻ ആരെങ്കിലും തടസ്സം ചെയ്യുമെങ്കിൽ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ മുന്നോട്ട് നോക്കും. അതിന് ആരായാലും ശരി, നാട്ടുകാരായാലും ആരായാലും ശരി. പിന്നെ വേറൊരു കാര്യം, നാട്ടുകാർ എന്താണ് നിനക്ക് അങ്ങനെ, എനിക്ക് നെജിലാക്ക് ഒരു പഴയ കാലം ഉണ്ടായിരുന്നു. ഒരു ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തയും പട്ടിണീരെയും കടക്കണീരെയും ഒരു ടൈമിന്. അന്ന് ഈ നാട്ടുകാരും കണ്ടില്ല. അതുകൊണ്ട് ഈ നാട്ടുകാരും ബാക്കി കാര്യങ്ങളൊന്നും ആരും ഒന്നും ഇടപെടണ്ട, എനിക്കറിയാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ കൊറോണ ടൈമിന് മസ്റുമോൾക്ക് ഒരു മൊബൈലിന് വേണ്ടി, എനിക്കന്ന് മൊബൈലില്ല, ടോർച്ച് സെറ്റാണ് എൻ്റെ കയ്യിൽ ഇരുന്നത്. മൊബൈലിന് വേണ്ടി ഷംസ് ഇവിടെ ജോലിക്കാണ്, ഓൺലൈൻ ക്ലാസ്സാണ് അവർക്ക്. അപ്പോൾ ഞാൻ ജോയിയെ നേരിട്ട് വിളിച്ച് ഒന്ന് തിരക്കിയില്ലല്ല. ഇന്നിപ്പോൾ ജോയി ഉന്നത തലത്തിലിരിക്കുകയല്ലേ, എടുത്തിട്ട് ഇങ്ങനെ പുന്നോടാണ് സ്ഥലം കാര്യം പറഞ്ഞു. അല്ലെങ്കിൽ ആളൊന്ന് തിരക്കാനോ ഒന്നും വന്നില്ല. അന്ന് വാടക വീട്ടിൽ കിടക്കുകയാണ്. അപ്പം ആ ഒരു ഇപ്പോൾ കണ്ടു, ഭർത്താവ് വന്നു ഉമ്മാനെയും വാപ്പാനെയും കുറ്റം പറയാൻ തുടങ്ങി. ഉമ്മാക്ക് 2 മക്കളിനെ ഇഷ്ടമല്ല. പക്ഷെ ആ ഒരു മോൻ, രണ്ടാമത്തെ മോൻ ഇവളുടെ ഉമ്മാൻ്റെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവള് ഷാനെ കല്യാണം കഴിച്ച സമയത്ത്. അപ്പോൾ ഇപ്പോഴുള്ള മോനെ ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ലാസ്റ്റത്തെ മോനുണ്ടല്ലോ, ആ മോനെ ഉമ്മാക്ക് ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഇതാവാനാണ്? ശരിയാണ്, കുഞ്ഞുങ്ങളെല്ലാവരും നമുക്കൊരു ഒന്നാണ്. ഇപ്പോൾ ഇവർ പറഞ്ഞത് കേൾക്കാതെ 1, 2, 3, 4 കെട്ടി
അതിലെല്ലാം ഓരോ മക്കൾ കാണുന്ന സമയത്ത് അവർക്കും ഒരു ഇതുണ്ടാവില്ല. അവരും മനുഷ്യരല്ലേ, മനുഷ്യർക്ക് അവർക്കും ഉണ്ടാവും അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക, അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ആ മക്കളെ അവർ അത്രമാത്രം അവർക്ക് സ്നേഹിക്കാൻ കഴിയാത്തത്. എന്താ പറയുക, ഭർത്താവിൻ്റെ അടുത്ത് പിണങ്ങിയിരിക്കുന്ന സമയത്ത് ഉമ്മയും ഉപ്പയും നല്ലവർ, ഭർത്താവ് വന്ന് അടുത്ത് കഴിഞ്ഞ ഉമ്മയും ഉപ്പയും കൊള്ളരുതാത്തവർ, അങ്ങനത്തെ ഒരു ടെൻഡൻസിയാണ് പുള്ളിക്കാരൻ്റെ ഓരോ ഇതൊന്നും മനസ്സിലാകുന്നത്. എന്തുതന്നെയാണെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള കാണിച്ചുകൂട്ടലൊക്കെയാണ് നമ്മളെടുത്തിട്ട് റിയാക്ട് ചെയ്യണത്. അല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടൊന്നും ആരും ഒന്നും ചെയ്യുന്നില്ല. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എല്ലാവർക്കും തന്നെ ഒരു ക്രെഡിറ്റ് ഉണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ കാര്യം തിരക്കാനും നമ്മുടെ കാര്യം അന്വേഷിക്കാനും ഇങ്ങനെ ഒരു നെജില ഉണ്ടെന്നോ ഇങ്ങനെ ഒരു ഇതുണ്ടെന്നോ ആരും ഒന്നും തിരക്കില്ല, ആരും ഒന്നും ഇടപെട്ടില്ല. പിന്നെ എൻ്റെ വലിയമാണ് ഒരു 3G സെറ്റ് തന്നത്, അത് റേഞ്ച് ഇല്ലാത്ത ഏരിയ ഇരുന്ന അവിടെ പല സ്ഥലത്ത് നിന്നിട്ട് കൊച്ചിനെ പഠിപ്പിക്കണമല്ലോ, അക്ഷരം പഠിച്ചു കൊടുക്കുന്ന ടൈമാണ് 1ാം ക്ലാസ്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട്. അതുകൊണ്ട് എനിക്കിപ്പം എൻ്റെ 3 മക്കളും തുല്യതയാണ്. നിങ്ങൾ ഇനിയിപ്പോൾ 4, 5, 6, 10 പറഞ്ഞാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല. എൻ്റെ മോള് രാജകുമാരി തന്നെയാണ്, എൻ്റെ മക്കൾ രണ്ടും എനിക്ക് രാജകുമാരിമാർ തന്നെയാണ്. നമ്മുടെ വണ്ടി ഈ പൈസ ഇല്ലാത്ത ബുദ്ധിമുട്ട് നിൽക്കുന്ന ടൈമിൽ നമ്മുടെ വണ്ടി ഇറക്കണം. എന്തുകൊണ്ടാണ്? മക്കളെ കൊണ്ടൊന്ന് പുറത്ത് പോകാനും കാര്യങ്ങളുമാണ്. നമ്മൾ സ്കൂളിൽ ചേർക്കണം. കാരണം ഇപ്പോൾ ബൈക്കിലാണെങ്കിൽ അസുഖമായി എടുത്തിട്ട് നമ്മൾ സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോൾ അതിന് ബാഡ് കമൻറ്റ് വരും. ബാക്കിയുള്ളതിന് തൊട്ടേനെ പിടിക്കുന്നതിന് മൊത്തം ബാഡ് കമൻറ്റാണ് എനർജിലാക്കും ഷാനും ഉള്ളത്. പിന്നെ ഇപ്പോൾ മോളെ കൂടെ പിടിച്ചിരിക്കണം, അവൻ അങ്ങനെ ഇവൻ ഇങ്ങനെ മറ്റേതങ്ങനെ. ഷാന എനിക്കേ അറിയത്തുള്ളൂ ഏത് സ്വഭാവത്തിലെ ആളാണ്. ഞാനൊരു 95% ഷാനെ പിടിച്ച് നിൽക്കും. 5% മാത്രമേ ഷാൻ കുറച്ച് ഇത് കാണിക്കുള്ളൂ. അത് ഞാൻ മുഖം കറുത്തിരുന്ന ഫോട്ടോടി പന്ന എന്ന് പറഞ്ഞ് വരുന്ന ആളാണ്. പക്ഷെ അന്ന് ആ പ്രശ്നത്തിൽ കൂട്ടുകെട്ടിൽ പെട്ടുപോയതാണ്. ഇപ്പം ജീവിക്കണമെന്നുണ്ട്, ഇപ്പം മക്കളെന്നുണ്ട്, എനിക്ക് മക്കൾക്ക് എല്ലാം വാങ്ങിക്കൊണ്ട് തരും. ഈ ഉള്ള പൈസ കൊണ്ടുവന്ന് അൽഹംദുലില്ലാ തരും. ഇത്രയും കാലം എന്നോട് നിന്നിട്ട് ഷാൻ ജോലിക്ക് പോയിട്ടില്ല. എന്ന് പിന്നെ ലീവ് എടുത്തതല്ല, ഇന്ന് മഴയുണ്ട്, പണി. പിന്നെ തിങ്കളാഴ്ച പോകുമ്പോൾ ഞാനും മസ്റൂമോളും മാത്രമായിരിക്കും പോകുന്നത്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് വെച്ചാൽ, എൻ്റെ വയറ്റിൽ കിടക്കുന്ന ഒരു കുഞ്ഞുണ്ട്. പുറത്ത് എനിക്ക് 3 മക്കളുണ്ട്. ഞാൻ ഇല്ലാണ്ടായാൽ ഇതിനെല്ലാത്തിനും പല വഴിയാവും. എങ്ങനത്തേതായാലും വാപ്പയ്ക്ക് വേറെ പെണ്ണ് കിട്ടും, ഉമ്മയ്ക്ക് മക്കൾക്ക് ഉമ്മാനെ കിട്ടില്ല. അപ്പോഴേ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പിന്നെ എൻ്റെ മസ്റൂമോളെ ഞാൻ ഒരിക്കലും വേലക്കാരിയാക്കിയിട്ടില്ല. ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് ഈ കഷ്ടപ്പാടിൽ ഞാൻ കൊണ്ടുവന്നത്. അത് എന്നെ അറിയാവുന്നവർക്കറിയാം. ഞാൻ 1 മാസത്തെ ഫീസ് പോലും ഞാൻ പെൻഡിങ് ഇടുന്നതല്ല. ഇപ്പോൾ കുറച്ച് ഫീസ് പെൻഡിങ് ഉണ്ട്, അതിനെ അടയ്ക്കണം. നമ്മുടെ പഴയ സ്കൂളിൽ ഇൻഷാല്ലാ പഴയ സ്കൂളിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ മോളെ പുതിയ സ്കൂളിലോട്ട് ആക്കുന്നുണ്ടാണെന്ന് അറിയുമ്പോൾ ക്യാൻറ്റീൻ അവിടെയുണ്ട്. അപ്പോൾ ഫുഡ് അവൾ കഴിച്ചോളൂല്ലോ എന്നാലോചിച്ചിട്ടാണ്. ഉമ്മയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ ഫുഡ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലാണ് ഇങ്ങനത്തെ ഒരു കട്ടായതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തനാ, തുണിയതോ ബാക്കി കാര്യം. ആണെങ്കിൽ എന്നിപ്പോൾ സ്കാനിങ് ആണ്, പക്ഷേ ഒരു ആൾക്ക് വരത്തല്ലേ എന്നാണ്. തൈറോയ്ഡ് നോർമൽ ആവണേ, ബ്ലഡ് യൂറിൻ എന്നൊരു കുഴപ്പം വരത്തല്ലേ അഭിയെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേ എൻ്റെ മക്കളെ പരിഗണിച്ചിട്ടേ ഇനിയിപ്പോൾ ഈ വരുന്ന കുഞ്ഞിനെ കൊണ്ട് മറ്റു കുഞ്ഞുങ്ങൾ അബദ്ധപ്പെടും. അങ്ങനെയല്ല, അവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇതായാലും ഏതായാലും എനിക്ക് 3 പേരും എൻ്റെ 4 പേരും എൻ്റെ കയ്യിലെ വിരൽ പോലെയാണ്. ഒന്ന് മുറിഞ്ഞാൽ ബാക്കി ഇനി നോക്കൂലേ ഇവർ. അതുപോലെ തന്നെയാണ്. അതിന് എത്ര ആയാലും ശരി തന്നെ. ഞാൻ എൻ്റെ സ്വന്തം സുഖം തേടി പോയിട്ടില്ല. എൻ്റെ മക്കൾ എന്ന് മാത്രമാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഞാൻ 100 സ്ഥലത്ത് പോയാലും എവിടെ പോയാലും എൻ്റെ മക്കൾ എന്നുള്ള ഒരു പരിഗണന മാത്രമേ എനിക്കുള്ളൂ. കാരണം ഇന്നിപ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം സ്കാനിങ്ങിന് പോയാൽ മക്കൾ ഈ അകത്ത് കയറും, സ്കാൻ ചെയ്യുന്ന അടുത്ത് കയറും. അപ്പോൾ ഇവരെ പുറത്ത് നിർത്തിയിട്ട് പോകാൻ പറ്റില്ല. കാരണം മിച്ചുമോനെ അറിയാലോ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള കുസൃതിയാണെന്ന്. കുഞ്ഞിന് ആധാർ എടുത്തില്ല, ഒന്നും ചെയ്തില്ല, എല്ലാം ചെയ്യണം. ഇൻഷാല്ലാ ലൈഫ് മുന്നോട്ട് പോകണം. നമ്മളെ ദുആ മതി. അള്ളാഹു സൃഷ്ടിച്ച പടപ്പുകളല്ലേ നമ്മൾ. അതുകൊണ്ട് ഇത്രേ പറയാം, ഇനി ഒരു പ്രശ്നത്തിനായിട്ട് ആരും വീട്ടുകാരായാലും നാട്ടുകാരായാലും വരരുത്. നമ്മളും നമ്മുടെ ഭാഗ്യം നോക്കി ജീവിക്കും. ഇനി നെജില ഷാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ തീർത്ത്, നമ്മുടെ മക്കൾ പോലും അറിയാതെ നമ്മൾ തമ്മിൽ തീർത്ത് പരിഹരിച്ച് കളഞ്ഞു. ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. ഇവളുടെ ഒരു മെയിൻ പ്രശ്നം എന്താ അറിയോ, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിന്നീട് പറയുന്നത്. ഇവളിപ്പോൾ ഒരു കാര്യം പറയും, പിന്നെ അത് മാറ്റി പറയും. അങ്ങനത്തെ ഒരു പ്രവണതയാണ് ഇവള് പറയുന്നുണ്ട്. ഷാൻ കുടിച്ചു വന്ന സമയത്ത് നാട്ടുകാരെല്ലാവരും വന്ന് ശരിക്കും കൊടുത്തു, നാട്ടുകാരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ നാട്ടുകാരനെ പോയി പണി നോക്കാൻ പറയാം, നാട്ടുകാരാണോ എനിക്ക് ചിലവിൽ തരുന്നത്, നാട്ടുകാരൻ്റെ ചിലവിലല്ലല്ലോ കഴിയുന്നതെന്ന് പറഞ്ഞിട്ട് അവരെ കുറ്റം പറഞ്ഞു. അപ്പോൾ ഇവളുടെ വാക്കിനും ഇതിനും പ്രവൃത്തിക്കും ഒരു വിലയോ ഇല്ലാതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ നെജില ഷാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് 1 രൂപ പോലും സൂപ്പർ ചാറ്റോ അല്ലെങ്കിൽ എന്താ പറയുക ഗൂഗിൾ പേയോ കൊടുക്കരുത്. പുള്ളിക്കാരി ഗൂഗിൾ പേ നമ്പർ ഇട്ടിട്ട് നിരന്തരം പൈസ വാങ്ങിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളാരും പൈസ കൊടുക്കരുത് എന്നാണ് പറയാനുള്ളത്. അർഹതപ്പെട്ട ആളുകൾക്ക് പൈസ കൊടുക്കുക. ഇവൾക്ക് ആ പൈസയുടെ ഒരു കാര്യമില്ല. ഇവൾ കുറച്ച് റീച്ച് കുറയുന്ന സമയത്ത് ആളുകളെ വിഡ്ഢികളാക്കിയിട്ട് പൈസ അവരുടെ അടുത്ത് ഇരക്കുകയാണ് ചെയ്യുന്നത്. അതും ഷാനിനെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവൾ ചെയ്യുന്നത്. ഷാനിനെ ഒരു മുഴുകുടിയനാക്കി തീർത്തതും ഈ വ്യക്തി തന്നെയാണ്, അല്ലാതെ ഷാൻ ഇതായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇവൾ ആദ്യം ഷാനിനെ നല്ലതാക്കാൻ വേണ്ടിയിട്ട് കുറേ ശ്രമിക്കാൻ വേണ്ടി അവൻ കുടിച്ച് വന്നാലും പ്രശ്നമില്ലാത്ത രീതിയിലൊക്കെ കാണിച്ചു കൂട്ടി. പിന്നെ ഇവൾക്ക് അത് ഇഷ്ടമല്ലാതായി, അവൾക്ക് ഛർദ്ദിക്കാൻ വരാൻ തുടങ്ങി, നാറ്റുമായി, അവൻ കുളിക്കുന്നില്ല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഇതാവാൻ തുടങ്ങി. അപ്പോൾ അതാണ് ഇവളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം. നേരത്തെ പറഞ്ഞു ഇവളുടെ ഉമ്മയും ഉപ്പയും നല്ല സപ്പോർട്ടാണ്, എൻ്റെ മക്കളെല്ലാവരും ഉമ്മയും ഞാൻ പ്രസവത്തിന് പോയാലും എൻ്റെ മക്കളെ എല്ലാവരും ഉമ്മയും ഉപ്പയും നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ വ്യക്തി ഇപ്പോൾ ഷാൻ വന്ന സമയത്ത്
എൻ്റെ ഉമ്മയപ്പയും മസ്റൂറാനെ മാത്രമേ നോക്കുകയുള്ളൂ. എൻ്റെ ബാക്കി 2 മക്കളെ നോക്കില്ല. നേരത്തെ പറഞ്ഞത് മസ്റൂറാനെ നോക്കില്ല, എൻ്റെ ഈ മക്കളെ നോക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതല്ല ഈ പുള്ളിക്കാരി പിന്നെ പറയുന്നത്. അപ്പോൾ ഈ പൈസ കൊടുക്കുന്നവർ സൂക്ഷിക്കുക, നിങ്ങളെയും ട്രാപ്പിലാക്കുന്ന ഒരു ഇതാണ് ഇവളുടെ കള്ളത്തരമാണ്. അപ്പോൾ ഒരിക്കലും ഈ ചതിയിൽ ആരും വീഴാതിരിക്കുക, ഇവളെ ആരും സഹായിക്കാതിരിക്കുക. അവൾ നല്ല ആരോഗ്യം ഉണ്ടല്ലോ, അവനക്കും അവൾക്കും നല്ല ആരോഗ്യമുണ്ട്. ഇപ്പോൾ പ്രസവം കഴിഞ്ഞ് ഇവൾക്കും ജോലി ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല ആരും പൈസ കൊടുക്കാതിരിക്കുക. അവൾക്ക് നല്ല ഡോളറും കയറുന്നുണ്ട്, നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഡോളറും കയറുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒരിക്കലും അവൾക്ക് അർഹതപ്പെട്ട ആളുകൾക്ക് പൈസ കൊടുക്കുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, സപ്പോർട്ട് ചെയ്യുന്നവരോട് സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. നിങ്ങളെ വെറും ഒരു കാഴ്ചക്കാരും വിഡ്ഢികളും ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവൾ ചെയ്യുന്നത്. അല്ലാതെ എന്താ പറയുക, ഇവള് കരഞ്ഞു വരുമ്പോഴേക്ക് പൈസ കൊടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇവളുടെ വെറും നാടകം മാത്രമാണ്, കള്ളക്കണ്ണീരാണ്. ഇവൾക്ക് ആരും പൈസ കൊടുക്കരുത് എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള ടോപ്പിക്, പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.